നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റും ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ ഉണ്ടാകണം. നിന്റെ അകത്ത മനുഷ്യൻ ശക്തനാണ്. അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവനാണ്. ആ ശക്തിയുള്ള മനുഷ്യനെ നിന്റെ ലേസിനെസ് കാരണം, നിന്റെ അറിവില്ലായ്മ കാരണം, നിന്റെ ആ മടുപ്പ് കാരണം നീ ചുരുക്കിക്കളയരുത്. സ്നാപക യോഹന്നാനെ തടവിലാക്കി അല്ലേ? സ്നാപക യോഹന്നാനെ എവിടെ ആക്കി? തടവിലാക്കി. പുള്ളി ആരായിരുന്നു? ഏലിയാവിന്റെ ആത്മാവോട് കൂടെ വന്നവൻ. തടവിലായി. പക്ഷേ ആ തടവറയിൽ സ്നാപക യോഹന്നാൻ അവസാനിക്കുകയായിരുന്നു. അവിടെ കിടന്നുകൊണ്ടാണ് ആളെ വിട്ടിട്ട് യേശുവിനോട് ചോദിപ്പിക്കുന്നത്, വരാനുള്ളവൻ നീ തന്നെയാണോ, അതോ ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ? ഒന്നും നടക്കുന്നില്ലല്ലോ സാറേ. സംശയിപ്പിച്ചു. ദാ വരുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ട് ആളെ വിട്ട് ചോദിച്ചു, വരാനുള്ളവ ഇങ്ങനെ തന്നെ ആയിരുന്നോ? കാരണം ശക്തനായ പ്രൊഫറ്റായിരുന്നെങ്കിലും, ശക്തനായ മനുഷ്യനായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിലെ വെളിപ്പെട്ട പൈശാചിക മണ്ഡലത്തിന്റെ ആക്രമണങ്ങൾ തനിക്ക് തന്നെ ഡീൽ ചെയ്യാൻ പറ്റിയില്ല. അവിടം കൊണ്ട് യോഹന്നാൻ തീർന്നു. ചിരഛേദനം നടന്നു കഴിഞ്ഞു. പക്ഷേ അതേ പുതിയ നിയമത്തിൽ വേറെ രണ്ടുപേരും കൂടെ തടവിലായി. ഒന്ന് അപ്പോസ്തലനായ പത്രോസ്, രണ്ട് അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പത്രോസ് തടവിലായപ്പോൾ പിറുപിറുക്കേണ്ട സ്ഥാനത്ത്, കുറ്റം വിധിക്കേണ്ട സ്ഥാനത്ത്, നിരാശപ്പെടേണ്ട സ്ഥാനത്ത് ഈ മനുഷ്യൻ സുഖമായിട്ട് ഉറങ്ങി. കാരണം യോഹന്നാൻ സ്നാപകനില്ലാത്ത ഒരു സെറ്റപ്പ് പുള്ളിക്കുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, പ്രാർത്ഥിക്കുന്ന ഒരു സഭ. പത്രോസ് കാരാഗൃഹത്തിലായപ്പോൾ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പൗലോസ് അപ്പോസ്തലൻ തടവിലായപ്പോൾ എപ്പിഫ്രാദിത്തോസും സഹഭൃത്യന്മാരും ജീവൻ കൊടുത്ത് പ്രാർത്ഥനയിൽ ആ മനുഷ്യനെ തുണച്ചു. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റും ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ ഉണ്ടാകണം. അപ്പോസ്തലൻ സഭയോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി തുണ നിന്നല്ലോ. അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ സഹായിച്ചല്ലോ. പരിശുദ്ധാത്മാവ് ഒറ്റ പദം പറഞ്ഞു നിർത്തുകയാണ്, നിന്റെ അകത്ത മനുഷ്യൻ ശക്തനാണ്. അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവനാണ്. ആ ശക്തിയുള്ള മനുഷ്യനെ നിന്റെ ലേസിനെസ് കാരണം, നിന്റെ അറിവില്ലായ്മ കാരണം, നിന്റെ ആ മടുപ്പ് കാരണം നീ ചുരുക്കിക്കളയരുത്.